ഹഹാ നിന്റെ നാല് തൂവൽ വാങ്ങിച്ചിട്ട് എന്നെ നല്ല ബീഫ് തരാന്നാണ് നീ വിചാരിക്കണേ? ഞാനേ നിന്റെ തൂവലെല്ലാം വാങ്ങിച്ചിട്ട് നിനക്ക് ബീഫ് തന്നെ എന്തെന്നറിയാമോ? എനിക്ക് നിന്നെ വെച്ചൊരു ആയുർവേദ മരുന്നുണ്ടാക്കുന്നുണ്ട്. അത് ഹലോ കൂട്ടുകാരെ, ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഒരു കഥയാണ്. ഏത് കഥയെന്നറിയണ്ടേ? ഒരു കഴുകന്റെ കഥ. വരൂ നമുക്കൊന്ന് കഥ കേട്ടിട്ട് വരാം. പണ്ട് പണ്ട് വളരെ പണ്ട് കഴുകനാണിങ്ങനെ പറന്നിങ്ങനെ മാനത്തോടെ ഇങ്ങനെ വന്നപ്പോ കഴുകനൊരു പോതി. എന്തെന്നറിയാമോ ആ പോതി? നമുക്കൊന്ന് താഴോട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി ഇങ്ങനെ ഒന്ന് ഇറങ്ങിന്ന് പറന്നാലാന്ന് പറഞ്ഞ് ഇങ്ങനെ നിന്ന് കഴുകൻ ഇങ്ങനെ താഴോട്ട് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്കും കഴുകനാണെങ്കിൽ ഒരു ബീഫ് ചേട്ടനെ കണ്ട്, ബീഫ് വിൽക്കുന്ന ഒരു ചേട്ടനെ കണ്ട്. അപ്പൊ കഴുകനൊരു കൊതി, ആ ബീഫ് ഒന്ന് കഴിച്ചല്ല പറഞ്ഞിട്ട് കഴുകനാണെങ്കിൽ എന്ത് ചെയ്യുന്നറിയാമോ? ആ ബീഫ് ചേട്ടനടുത്ത് പോയിച്ചു, ബീഫ് ചേട്ടാ എനിക്കാണെങ്കിൽ കുറച്ച് ബീഫ് തരുമോ? അപ്പൊ ബീഫ് ചേട്ടൻ പറഞ്ഞു, എങ്കിൽ എനിക്ക് 2 തൂവൽ തന്നു ഞാൻ നിനക്ക് ബീഫ് തരാന്ന് പറഞ്ഞു. അപ്പൊ കഴുകൻ പറഞ്ഞു, കഴുകനാണെങ്കിൽ കഴുകൻ്റെ ദോത്ത് നോക്കിയപ്പോ കുറേ തൂവലുണ്ട്. ശരി, ഒരു 2 തൂവല് പോയെന്ന ഒരു കാര്യമില്ല പറഞ്ഞിട്ട് കഴുകനാണെങ്കിൽ 2 തൂവല് ബീഫ് ചേട്ടനിൽ കൊടുത്തു. ബീഫ് ചേട്ടനാണെങ്കിൽ അത് വാങ്ങിച്ചിട്ട് കഴുകന് ബീഫ് കൊടുത്തു. അങ്ങനെ അത് കഴിച്ചത്തേക്കും കഴുകന് വെപ്രാളാർത്തിയും കൂടി പിന്നെയും കഴിക്കണം തോന്നി. 2 തൂവൽ ആദ്യം കൊടുത്തു, അതിന് ആവശ്യത്തിന് ബീഫ് കിട്ടി, അത് കഴിച്ചു. പിന്നെയും ആർത്തി കൂടി 5 തൂവൽ കൊടുത്തു, പിന്നെയും കിട്ടി, കഴിച്ചു. പിന്നെയും 10 തൂവൽ കൊടുത്തു, പിന്നെയും കിട്ടി, കഴിച്ചു. അത് 2 ആയി, പിന്നെ 5 ആയി, പിന്നെ 10 ആയി, പിന്നെ 15 ആയി. അങ്ങനെ വർദ്ധിച്ച് അത് കഴിഞ്ഞിട്ട് കഴുകന് വയറും നിറഞ്ഞു മനസ്സും നിറഞ്ഞു. അങ്ങനെ കഴുകനാണെങ്കിൽ ബീഫ് ചേട്ടനടുത്ത് പറഞ്ഞു ചാച്ചാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറക്കാൻ നോക്കണം. അയ്യോ കൂട്ടുകാരെ, കഴുകന് പറക്കാൻ പറ്റില്ല, ഒന്നും കൂടെ. അയ്യോ പറക്കാൻ പറ്റില്ല. കഴുകനാണെങ്കിൽ ദേഷ്യം വെപ്രാളം എല്ലാം കൂടെ വന്നു. അത് കഴിഞ്ഞിട്ട് കഴുകന് ദേഹത്ത് നോക്കണ 2 തൂവൽ തൂങ്ങി കിടക്കണം. അപ്പൊ കഴുകനാണെങ്കിൽ ഭയങ്കര വിഷമം വന്നിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണം. അവിടെ ഒരു ബക്കറ്റ് നിറച്ച് കഴുകന് തൂവലിനെ കൂട്ടി വെച്ചിട്ടിരിക്കണം. അപ്പൊ ബീഫ് ചേട്ടൻ്റെ അടുത്ത് പോയി പറഞ്ഞു, ബീഫ് ചേട്ടാ എൻ്റെ തൂവലൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് പറക്കാൻ പറ്റില്ല ബീഫ് ചേട്ടാ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ബീഫ് ചേട്ടൻ പറഞ്ഞു, നിന്റെ 4 തൂവൽ വാങ്ങിച്ചിട്ട് എന്നെ നല്ല ബീഫ് തരാന്നാണ് നീ വിചാരിക്കണേ? ഞാനേ നിന്റെ തൂവലെല്ലാം വാങ്ങിച്ചിട്ട് നിനക്ക് ബീഫ് തന്നെ എന്തെന്നറിയാമോ? എനിക്ക് നിന്നെ വെച്ചൊരു ആയുർവേദ മരുന്നുണ്ടാക്കുന്നുണ്ട്, അതുകൊണ്ടാണ് നിനക്ക് തന്നത് എന്ന് പറഞ്ഞിട്ട് കഴുകിൻ്റെ കഴുത്തി കയറി പിടിച്ചിട്ട് ഇങ്ങനെ ഒന്നോ വെച്ചിട്ട് എന്ന് പറഞ്ഞൊരു ചിരിയാക്കിയിട്ട് ഇങ്ങനെ ടേബിളിൽ കഴിച്ചിട്ട് ഒരു വെട്ടി 2 കൊണ്ടായിട്ട് ഇങ്ങനെ തോന്നിയിട്ട്. ഈ കഥയിൽ നിന്ന് നിങ്ങൾക്ക് എന്തൊന്നും അറിയാമോ മനസ്സിലായത്? ആർത്തി കുറയ്ക്കണം, എല്ലാ ആവശ്യത്തിനും മാത്രം. ഇവിടെ കഴുകൻ എന്തെന്നറിയാമോ ചെയ്തത്? കഴുകൻ കുഴിച്ച കുഴി, വലിയ കുഴി കഴുകൻ കുഴിച്ചിരുന്നു. ഏറ്റവും അവസാനം കഴുകൻ തന്നെ പറന്ന് അതിൽ ചെന്ന് വീണു. ഈ കഥ ഇഷ്ടമായാൽ കൈയൊക്കെ വെറുതെ ഇരിക്കല്ലോ, ഒരു കൊട്ട് കൊടുക്കും ലൈക്ക് ബട്ടണില്. പിന്നെയും കൈയൊക്കെ ഫ്രീ ആയിരിക്കല്ലോ, അപ്പൊ ഒരു കൊട്ടും കൂടെ ഷെയർ ബട്ടണിൽ കൊടുക്കണേ.